ഫ്രാങ്കിളിൻ എവിടെ പോയടാ? ഫ്രാങ്കിളിൻ എവിടെ പോയി? എടാ അതാടാ ഞാനും ആലോചിക്കണത്. ഫ്രാങ്കിളിൻ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോ വല്ല ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി പോയതായിരിക്കടാ റൂമിന്റെ പൊക്കത്തേക്ക്. എന്താണേലും കുഴപ്പമില്ല. എടാ മക്കളെ, ഞാൻ ആദ്യമായിട്ട് ഈ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ വന്നത്. എടാ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ട്യൂഷൻ ക്ലാസ്സിലൊക്കെ വന്നതിരിക്കട്ടെ, എന്തിനാടാ അവിടെ ഒരു കാറ് കാറെന്ന് ഒരു ബൈക്ക് ഇരിക്കണത്? എന്താടാ ബൈക്ക് അവിടെ വെച്ചേക്കണത്? ഗ്രാനി അതെന്താന്നറിയാവോ? നമ്മുടെ ഈ ചങ്കി സബ്സ്ക്രൈബറിന് ഫ്രാങ്ക്ലിൻ കൊടുക്കണ ഗിഫ്റ്റ് ആണ്. അതാണ് ആ വണ്ടി അവിടെ വെച്ചേക്കണത്. മനസ്സിലായോ? ചങ്ക് സബ്സ്ക്രൈബറിന് CBRന്റെ അത്ര അടിപൊളി ബൈക്കോ? അവൻ ലക്കിയാണല്ലോ, ലക്കി ഭാസ്കർ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട്. അത് സ്പെഷ്യൽ എന്താണെന്ന്, സർപ്രൈസ് എന്താണെന്ന് ഞാൻ ഷിൻചാന്റെ ഒക്കെ അടുത്ത് പോയിട്ട് പറയാം ഗൈസ്. അപ്പൊ ഇന്നാണ് അവർക്ക് ഞാൻ എല്ലാവർക്കും സ്പെഷ്യൽ ട്യൂഷൻ വെച്ചേക്കുവായിരുന്നു. ഇവന്മാർക്ക് പഠിക്കാൻ ഇച്ചിരി മോശമാണ്. അപ്പൊ എല്ലാവർക്കും കൂടി സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്രാനിയും വന്നിട്ടുണ്ട്. ഗ്രാനിയാണ് ഈ കൊച്ചിലെ സ്കൂളിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഗ്രാനിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാവരും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരും നേരത്തെ വന്നെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ട്. എടാ അപ്പൊ എല്ലാവരും നമ്പർ എടുത്ത്. ഫ്രാങ്കിളിൻ ഞങ്ങള് ഓൾറെഡി നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ 1 2 3 4 5 6 പേരുണ്ട്. ഫ്രാങ്കിളിൻ 6 പേരുണ്ട്. എന്താ ഫ്രാങ്കിളിൻ ഇത്ര ലേറ്റ് ആയത്? എടാ ഷിൻചാൻ ഇത്ര ലേറ്റ് ആയി എന്താന്ന് ചോദിച്ചോണ്ടല്ലോ, നിങ്ങൾക്ക് ഇന്ന് ട്യൂഷൻ എടുക്കണത് ഞാനല്ല, ഒരു സ്പെഷ്യൽ ഒരാളാണ് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കണത്. ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സ്പെഷ്യൽ ആളോ? ആരാണ്? എന്റെ ഭർത്താവായ നമ്മുടെ ഗ്രാൻഡ് പേ ആണോ? പുള്ളി MTech BTech MBBS ഒക്കെ പഠിച്ചാണ്. അങ്ങനെയാണ്. അതേപോലത്തെ ഒരു അലമ്പ് ടീച്ചറിനെ ഒന്നും അല്ല നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോണത്. ഗ്രാനിന്റെ ഭർത്താവ് അത്ര അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എന്താ ജോലി കിട്ടാത്ത? പുള്ളി 10ാം ക്ലാസ് തോറ്റിയാന്നുള്ള എന്നോട് പറഞ്ഞത്. എടാ ഷിൻചാന് നിനക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ആരാണെന്ന്? നീ ഒന്ന് ഗസ് ചെയ്തടാ മോനെ ഒന്ന്. ഞാൻ എന്ത് ഗസ് ചെയ്യാനാ? ഇനി ട്രെവർ മാമൻ വല്ല ആണോ? എടാ ട്രെവറും ഗ്രാൻഡ് പേ ഒന്നും അല്ല ഗൈസ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നിങ്ങൾ പറ, ആരായിരിക്കും ആ ഒരു ടീച്ചറിന്? ഇവരെല്ലാരും പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആ ഒരു ടീച്ചറുണ്ട്, നമ്മുടെ സ്പെഷ്യൽ ഗസ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും ആരാണെന്ന് ഗസ് എന്ന് പറഞ്ഞിട്ട് ആരാണെന്ന് കമന്റ് ചെയ്യും. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാം ഗൈസ്. ഇതാണ് കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ നമ്മൾ കൊടുക്കാൻ പോണ CBR ഗൈസ്. ഈ വണ്ടിയുടെ പവർ നിങ്ങൾക്ക് അറിയാലോ. ഇത് കണ്ടോ ഗൈസ്, കിടിലം പവർ ആണ്. ഇത് തീ വന്നെ കണ്ടോ ഗൈസ്, കിടിലം വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി പോണ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബായ ഫഹീമിനാണ്. ഇപ്പൊ ഫഹീം ബ്രോക്കുള്ള വണ്ടിയാണ് ഗൈസ് ഇത്. അപ്പൊ നാളത്തെ വീഡിയോയിൽ ഒരു വിന്നർ ഉണ്ടാവും ഗൈസ്. ആ വിന്നർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയിൽ. ഇപ്പൊ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ആരാണ് ഗസ് ചെയ്യാൻ പറഞ്ഞില്ല ഗൈസ്. അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരും ഗൈസ് നാളെ നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ വേണ്ടി പോണം. അപ്പൊ നിങ്ങൾ എല്ലാരും ഗസ് ചെയ്യും. അപ്പോ നിങ്ങൾ എല്ലാരും ഗസ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ നേരെ നമ്മുടെ ആ ഒരു ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. വിളിക്ക് ഫ്രാങ്കിളിനെ, വിളിക്ക് ഗസ്റ്റിനെ വിളിക്ക്. ആടശിഞ്ചാനും ഗസ്റ്റ് ഇപ്പൊ വരും, നീ വിഷമിക്കാതെ. അങ്ങനെയാണെങ്കിൽ ഞാനാണ് പൊക്കത്തേക്ക് പോവാ. ഗസ്റ്റ് വന്ന് ക്ലാസ് എടുത്തോളൂ ഗൈസ്. അപ്പൊ ഞാനാണെങ്കിൽ നേരെ പൊക്കത്തേക്ക് പോവാണ്. എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പൊ ഞാനാണെങ്കിൽ പൊക്കത്തേക്ക് പോട്ടെ. അപ്പൊ ഗസ്റ്റ് ഒക്കെ വന്ന് ഇവർക്ക് ക്ലാസ് എടുത്തോളട്ടെ ഗൈസ് ഒന്ന്. ഈ വണ്ടി ഇവിടെ കേറണില്ലല്ലോ. ഇവന്മാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെയാണ് വിളിച്ചത്. ഈ വണ്ടിയും കേറണില്ല. അയ്യോ ഫ്രാങ്ക്ലിന്റെ വണ്ടി പോയി. എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഞാനാണ് പുഷ്പരാജ്. എടാ മക്കളെ, ഞാനാടാ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത്. അയ്യോ നോക്കൊന്നും എടുക്കണ്ട, പിള്ളേര് പേടിക്കും. എടാ മക്കളെ, ഞാനാണ് നിങ്ങളുടെ ഇന്നത്തെ ടീച്ചർ പുഷ്പരാജ്. എടാ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേടാ മക്കളെ. ഗുഡ് മോർണിംഗ് പറഞ്ഞേടാ. ഗുഡ് മോർണിംഗ് പുഷ്പരാജ് സർ, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാരും നല്ല കുട്ടികളാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളിൽ കുറച്ചുപേരെ മാത്രമേ എനിക്കറിയാവുള്ളൂ. എനിക്ക് ഷിൻചാനെയും ഡോറിമോനെയും മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്.
നിങ്ങളുടെ പേരെന്തൊക്കെയാണെന്നത് എല്ലാരും ഒന്ന് പറഞ്ഞേ. ഹലോ പുഷ്പരാജ് സർ, എന്റെ പേര് വെനം. ഞാൻ ക്യൂട്ട് സ്മൈലി വെനം, അവഞ്ചേഴ്സിലുള്ള ക്യൂട്ട് സ്മൈൽ വെനത്തിന്റെ മോനാണ്. എന്റെ പേര് ലെഗോ വെനം എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പുഷ്പരാജ് സർ. എന്റെ പേര് ഗ്രാനി. ഞാനാണെങ്കിൽ ഇവിടുത്തെ ഒരു മെയ് പ്രേതമാണ്. അപ്പൊ ഞാൻ ഷിൻജാന്റെ ഒക്കെ ഒരു കമ്പനിയും കൂടിയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ വയസ്സാം കാലത്ത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ ഫ്രാങ്കിളുടെ അടുത്ത് വന്നയാ. പുഷ്പരാജ് സാറിന്റെ സിനിമയൊക്കെ ഞങ്ങൾ TV കാണാറുണ്ട്. ഞങ്ങൾ വലിയ ഫാനാണ് പുഷ്പരാജ് സാറിന്റെ. താഴത്തിലുള്ള ഞങ്ങൾക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടമാണ്. അതെ പുഷ്പ, ഞാനും കട്ട ഫാനാണ്. എന്റെ പേര് ചെടുക്ക മാമൻ എന്നൊക്കെ പറയൂ എല്ലാരും. എന്നെ കാണുമ്പോഴുണ്ടല്ലോ എന്റെ കുട്ടിക്കാല ഓർമ്മ എന്റെ പുഷ്പനെ കാണുമ്പോ ഞാൻ പണ്ട് മരുവൊക്കെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ പോവായിരുന്നു. ഓ പുഷ്പ, എന്തായാലും കണ്ടതിൽ നന്ദി. പുഷ്പരാജ് സാർ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് നമ്മുടെ എന്റെ പേരെന്തായിരുന്നു? അയ്യോ, എന്റെ പേര് ഷാരൂഖ് ഖാൻ. ഞാൻ മറ്റേ പലട്ടീന്ന് വരുന്നു. ഞാൻ ഷിൻജാന്റെ കൂട്ടുകാരനാണ്. താങ്ക് യു. ഷാരൂഖ് ഖാനാ? എടാ ഷാരൂഖ് ഖാനെ, നീയും നിങ്ങ വന്നേ, നിന്നൊന്ന് കാണണ്ടേ. അയ്യോ, അറിയാത്തൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞാണല്ലോ. അയ്യോ, നോബിത എന്നാ പേരെന്ന് പറഞ്ഞേക്കാം. ഹലോ സർ, എന്റെ പേര് നോബിത എന്നാ. ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ. എടാ, എന്നെയാണോടാ പറ്റിക്കണത് അതോ പുഷ്പരാജിനെയോ? എടാ 10 പുഷപ്പ് അടിക്കടാ, 10 പുഷപ്പ് അടിക്കടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അയ്യോ സർ, സോറി 10 പുഷപ്പ് അടിച്ചോളാം. എടാ മനസ്സിലായോ? പുഷ്പരാജിന്റെ പവർ നിനക്ക് മനസ്സിലായോ? എന്റെ ക്ലാസ്സിൽ വന്ന് വികൃതി തരം കാണിച്ചാ ഇതുപോലെ പുഷപ്പ് പഠിപ്പിക്കും എല്ലാത്തിനും ഉണ്ട്. എടാ ഷിൻജാനെ, നിനക്ക് മനസ്സിലായടാ മോനെ? അയ്യോ പുഷ്പരാജ് സർ, എനിക്ക് മനസ്സിലായി. ഞങ്ങൾ വികൃതി തരവൊന്നും കാണിക്കത്തില്ല. അങ്ങനെയാണ് എണീച്ചോ. എണീച്ചിട്ടവിടെ പോയി നിക്ക്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കാണ്ട് എല്ലാരോടും. ഓക്കെ സർ, ഓക്കെ. അയ്യോ, ഒരാവശ്യമില്ലായിരുന്നു. അയ്യോ, ഏതുവരെ ഇനിയാ പോകും? അറിയാതെ തർക്കുത്തരം പറഞ്ഞ. ഫ്രാങ്കിൾ സാറിനോട് പറയണ പോലെ പുഷ്പരാജ് സാറിനോട് പറഞ്ഞ പണി കിട്ടും. ഫ്രാങ്കിൾ സാറ് പാവാ, പുഷ്പരാജ് സാർ ഇച്ചിരി സീന. അയ്യോ, പേടിയാവണ്. ഗ്രാനി കണ്ടോ? പുള്ളി ഇച്ചിരി പണിയാണ്. എടാ കുട്ടി പിശാശം മിണ്ടാണ്ടിരിയടാ. എടാ, എന്റെ വയസ്സാം കാലത്ത് എനിക്കിങ്ങനെ പുഷപ്പടിക്കാനൊന്നും വയ്യ. നീ മിണ്ടാണ്ടിരി. പുള്ളി കേട്ടാ പണി കിട്ടും. അപ്പൊ മക്കളെ, എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ? ഇനി ആരെങ്കിലും വികൃതിത്തരം കാണിച്ച നോബിതേന്റെ അവസ്ഥയായിരിക്കും എല്ലാവർക്കും. മനസ്സിലായോ? അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോണത് ഷിൻജാനോടാണ്. ഷിൻജാൻ, എടാ ഷിൻജാന്, പുഷ്പരാജിന്റെ സ്പെല്ലിംഗ് പറ. പുഷ്പരാജിന്റെ സ്പെല്ലിംഗ്. അയ്യോ, പുഷ്പരാജിന്റെ സ്പെല്ലിംഗോ? PUSHPE RAJ. കറക്റ്റ് അല്ലേ? ഓ കറക്റ്റ്. ഓ എടാ കൊള്ളാം. എടാ ഡോറി മോനെ, നിന്നോട് അടുത്ത കാര്യം ചോദിക്കാൻ വേണ്ടി പോവാ. ലോറിന്റെ സ്പെല്ലിംഗ് പറ. ലോറിന്റെ സ്പെല്ലിംഗ് LORRY. കറക്റ്റ് അല്ലേ? ഓ വെരി ഗുഡ്. ഇനി അടുത്ത് നമുക്ക് ഗ്രാനിനോട് ചോദിക്കാം. ഗ്രാനിനോട് പിന്നെ ഇതൊന്നും അറിയാൻ പാടില്ലാത്തോണ്ട് ഗ്രാനിയോട് ചോദ്യം ചോദിക്കണില്ല. പക്ഷെ ഗ്രാനി ഒരു കാര്യം ചെയ്യണം. ഗ്രാനി ഒരു പാട്ട് പാടണം. ഗ്രാനിക്ക് എന്റെ സമ്മാനം. ഗ്രാനിയുള്ള ചോദ്യം അതാണ്, ഒരു പാട്ട്. പുഷ്പ സിനിമയിലെ ഒരു പാട്ട്. അയ്യോ, പാട്ടൊന്നും നമ്മളെ കൊണ്ട് അറിയാമേല മക്കളെ. എന്നാലും ഞാൻ പാടാം. പുഷ്പരാജ് എന്നെ കണ്ടാൽ എന്താണ് കടലിൽ വേദനമുണ്ടാവില്ലെന്നേ. പുഷ്പ എല്ലാ പറയും പുഷ്പക്ക് കണ്ടാ ചിലതോ ഇല്ല, അതൊക്കാറില്ല, ജയിക്കാറില്ല. മതിയടാ മക്കളെ. അയ്യോ, പിന്തിരിയാനിൻ മുഴുവാ ചാതിൻ എടാ, എനിക്കറിയില്ല മക്കളെ. ഇത്ര എനിക്കറിയാവുള്ളൂടാ മക്കളെ. മതി. ഓ ഇത്രയെങ്കിലും പാടിയല്ലോ. ഇത് തന്നെ നല്ല കാര്യം. അപ്പൊ എന്തായാലും നിങ്ങളോട് എല്ലാരും ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അപ്പോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പാട്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഞാൻ വരും. വന്നിട്ട് എല്ലാരോടും ചോദിക്കും ആ പാട്ട്. അപ്പൊ എല്ലാരും ഈ ഫ്രണ്ടിലെ ഇവിടെ വന്നിരുന്ന ആ പാട്ട് പാടിക്കൊള്ളണം. എടാ ഷിൻജാന് ഓക്കെ അല്ലേ നീ? ഓക്കെയാണ്. എനിക്ക് പാട്ടില് ഭയങ്കര ഫസ്റ്റ് മാർക്കൊക്കെ ഉള്ള. എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ സിമ്പിള്. ഓ പാട്ട് നിനക്ക് സിമ്പിളാണോ? അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ ഒന്നൊരു പാട്ട് പാട്. നീ ഇത്രയും ഡയലോഗ് അടിച്ചല്ലേ. ബാടാ ഷിൻജാനെ, വാ ഒരു പാട്ട് പാടിയിട്ടങ്ങ് പോയാ മതി. അയ്യോ, ഒരാവശ്യമില്ലായിരുന്നു. അറിയാതെ പറഞ്ഞു പോയതാ പാട്ടൊക്കെ അറിയാന്ന്. എടാ, പണി കിട്ടിയിടാ ഡോറി മോനെ, പണി കിട്ടി. എന്തായാലും കുഴപ്പമില്ല, ചെന്ന് പാട്ട് പാടാം. അല്ലെങ്കിൽ നമ്മുടെ നോബിതാന്റെ അവസ്ഥയാവും. ഞാൻ പാടാൻ വേണ്ടി പോവാണേ. എന്റെ കൽപ്പിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരൻ,
തട്ടാമിട്ടു ഞാൻ കാത്തു വെച്ചോൻ മുല്ല മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലക്കാരാ. ഓ ഹോ ഹോ, കവണ വിരിപിടി, കവണ വിരിപിടി. എടാ മോനെ ഷിൻചാനെ, വിഷയം പാട്ട്. എടാ നിനക്ക് ഇത്ര കഴിവുണ്ടായിരുന്ന? ഗൈസ് നിങ്ങളെല്ലാരും കേട്ടോ, കുട്ടികളെ നിങ്ങളെല്ലാരും കേട്ടോ, ഇതേപോലെ ആയിരിക്കണം പാട്ട് നാളെ നിങ്ങൾ നാളെന്ന് 5 മിനിറ്റ് നിങ്ങൾ പാടാൻ വേണ്ടി പോയേണ്ടത്. അപ്പൊ എല്ലാരും പ്രിപ്പയർ ചെയ്തോ. ഞാൻ ഇപ്പൊ വരാടാ മക്കളെ, ഇപ്പൊ വരാം. ഓ ഓ ഓ, ഇത്രയും കഴിവുള്ള പിള്ളേരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇവരുടെയൊക്കെ ഒരു പാട്ട് കേൾക്കാതെ പോണത് ശരിയല്ല. എനിക്കാണെങ്കിൽ ഉച്ച വരെയുള്ള ക്ലാസ്. അത് കഴിഞ്ഞിട്ട് വേറൊരാളാ വരാൻ പോടേന്ന്. ആരാന്ന് എനിക്കറിയാൻ പാടില്ല. വേറെ ഏതോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പൊ എന്തായാലും ഇവരുടെ പാട്ട് മത്സരം നിങ്ങൾക്ക് കാണണോ? അങ്ങനെ ഇവരുടെ പാട്ട് മത്സരം കാണണമെങ്കിൽ എന്തായാലും നമുക്ക് സെക്കൻഡ് പാട്ട് ഒരു വീഡിയോ സെറ്റ് ആക്കാം. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പാട്ട് മത്സരം കാണണമെന്നാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആവാതെ നിങ്ങളുടെ പേരും കമന്റ് ചെയ്ത് വെച്ചോ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.